വർഷത്തിലെ 24 ഏകാദശികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏകാദശി ജ്യേഷ്ഠമാസത്തിലെ ശുക്ലപക്ഷ തിഥിയിൽ വരുന്ന ഏകാദശി നിർജ്ജല ഏകാദശി. നിർജ്ജല എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ജലമില്ലാത്തത് എന്നാണ്. അതായത് പൂർണ്ണമായും അന്നപാനീയങ്ങൾ വെടിഞ്ഞ്, അതായത് ജലപാനം പോലും ഉപേക്ഷിച്ച് ഭഗവാൻ മഹാവിഷ്ണുവിനെ, പൊന്നു ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ച് ആ ഭഗവാന്റെ അനുഗ്രഹം നേടുന്ന അതിപവിത്രമായ വ്രതം. മറ്റ് ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കാത്തവർക്ക് വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഈ നിർജ്ജല ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ വർഷം മുഴുവൻ ഏകാദശി വ്രതം എടുത്തതിൻ്റെ ഫലം ലഭിക്കും. നോക്കൂ, നിങ്ങൾക്ക് ഇതുവരെയും ഒരു ഏകാദശിയും എടുക്കാൻ സാധിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഏകാദശി വ്രതം എടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് മറ്റു പല കാരണങ്ങൾ കൊണ്ട് ഇതുവരെ സാധിച്ചില്ലെങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരൊറ്റ ഏകാദശി വ്രതം ഭക്തിയോടെ വിശ്വാസത്തോടു കൂടി അനുഷ്ഠിച്ച് ഒരു വർഷം ഏകാദശി വ്രതം എടുത്ത പുണ്യം നേടാൻ സാധിക്കും. കാരണം ഭഗവാൻ വിഷ്ണുവിൻ്റെ, പൊന്നു ഗുരുവായൂരപ്പൻ്റെ കൃപാകടാശങ്ങൾ വർഷിക്കുന്ന പുണ്യങ്ങളുടെ കലവറയായ ഏകാദശി വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും വിശിഷ്ടമായ ഏകാദശിയാണ് നിർജ്ജല ഏകാദശി. ഓ നമോ ഭഗവതേ വാസുദേവായ. യശോദാനന്ദൻ ഗോവിന്ദയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിർജ്ജല ഏകാദശി ഭൈമി ഏകാദശി എന്നും പാണ്ഡവ ഏകാദശി എന്നും കൂടി അറിയപ്പെടുന്നു. കാരണം പഞ്ചപാണ്ഡവരിൽ ഭീമസേനൻ അനുഷ്ഠിച്ച ഏകാദശി വ്രതമാണിത്. എന്തുകൊണ്ടാണ് ഭീമസേനൻ ഈ വ്രതം അനുഷ്ഠിച്ചത്? എന്താണ് ഇതിൻ്റെ പിന്നിലെ രഹസ്യം? ഈ വ്രതം എങ്ങനെ അനുഷ്ഠിക്കണം? എന്തൊക്കെ വഴിപാടുകൾ ചെയ്യണം? എന്തൊക്കെ ചെയ്യരുത്? ഏതൊക്കെ നാമങ്ങളാണ് ജപിക്കേണ്ടത്? ഈ വീഡിയോയിലൂടെ പൂർണ്ണമായിട്ടും നമ്മൾക്കിതെല്ലാം മനസ്സിലാക്കാം. അതുകൊണ്ട് എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. നമുക്കറിയാം, പുരാണങ്ങൾ പ്രകാരം മഹാഭാരതത്തിലെ പാണ്ഡവരിൽ രണ്ടാമനായ ഭീമസേനന്റെ ഭക്ഷണത്തിനോടുള്ള ആർത്തി നമ്മൾ ധാരാളം വായിച്ചിരിക്കുന്നു, അല്ലേ? അദ്ദേഹത്തിന് വിശപ്പടക്കാൻ സാധിച്ചിരുന്നില്ല. കാരണം ഭീമനിൽ ജഠരാഗ്നി വളരെ കൂടുതലായിരുന്നു. ജഠരാഗ്നി എന്നാൽ ഭക്ഷണത്തെ ദഹിപ്പിക്കുന്ന അഗ്നി. അതുകൊണ്ട് തന്നെ മാസത്തിൽ വരുന്ന 2 ഏകാദശിയും പാണ്ഡവർ എല്ലാവരും അനുഷ്ഠിച്ചിട്ടും ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ഭക്തനായിരുന്നിട്ട് പോലും ഭീമസേനന് ഒരു ഏകാദശി വ്രതം പോലും എടുക്കാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു, ഒരു ഏകാദശി വ്രതമെങ്കിലും യഥാവിധി അനുഷ്ഠിച്ച് ആ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം നേടാൻ, ആ വൈകുണ്ഠ പ്രാപ്തി ലഭിക്കാൻ, മോക്ഷം ലഭിക്കാൻ ഏറ്റവും ഉത്തമമായ വഴി ഏകാദശി വ്രതമാണെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ഒരു ഏകാദശി വ്രതമെങ്കിലും അനുഷ്ഠിക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. ഭീമസേനൻ തൻ്റെ ശരീരത്തിൻ്റെ ബുദ്ധിമുട്ടും തൻ്റെ ആഗ്രഹവും മുത്തച്ഛനായ വ്യാസമഹർഷിയോട് പറയുകയും തനിക്കും വർഷത്തിൽ ഒരിക്കൽ മാത്രം വ്രതം അനുഷ്ഠിച്ച് മുഴുവൻ ഏകാദശിയും എടുത്ത പുണ്യം ലഭിക്കാൻ വല്ല വഴിയുമുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തു. അങ്ങനെ വ്യാസമഹർഷി ഭീമസേനനോട് ജ്യേഷ്ഠമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയായ നിർജ്ജല ഏകാദശി യഥാവിധി അനുഷ്ഠിക്കാനായിട്ട് ഉപദേശിച്ചു. പൂർണ്ണമായും, അതായത് നിർജ്ജലമായിട്ട് തന്നെ, വെള്ളം അല്പം പോലും കുടിക്കാതെ അന്നപാനീയങ്ങൾ ഒക്കെ ഉപേക്ഷിച്ച് ഉപവാസത്തോടു കൂടി വ്രതം അനുഷ്ഠിക്കാൻ നിർദ്ദേശിച്ചു. ഈ ഒരു ദിവസം ഇങ്ങനെ വ്രതം നോറ്റാൽ വർഷം മുഴുവൻ ഏകാദശി അനുഷ്ഠിച്ചതിൻ്റെ പുണ്യം ലഭിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. അങ്ങനെ ഭീമസേനൻ ആ വ്രതം യഥാവിധി അനുഷ്ഠിക്കുകയും ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം നേടുകയും ചെയ്തു. ഭീമസേനൻ അനുഷ്ഠിച്ചതുകൊണ്ട് നിർജ്ജല ഏകാദശി
ഭൈമി അഥവാ ഭീമസേന ഏകാദശി എന്നും പാണ്ഡവർ മുഴുവൻ അനുഷ്ഠിച്ചതിനാൽ പാണ്ഡവ ഏകാദശി എന്നും അറിയപ്പെട്ടു. നോക്കൂ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വെള്ളം പോലും കുടിക്കാതെ വ്രതം അനുഷ്ഠിക്കുക എന്ന് വെച്ചാൽ വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആരോഗ്യം ഉള്ളവർ മാത്രം അങ്ങനെ ചെയ്താൽ മതി. എല്ലാവർക്കും ഒരുപോലെ ഉപവാസം എടുക്കാൻ സാധിച്ചെന്ന് വരില്ല. നമ്മുടെ ആരോഗ്യസ്ഥിതി പൂർണ്ണമായും കണക്കിലെടുക്കുക. ആരോഗ്യം ഉള്ളവർ മാത്രം നിർജ്ജലമായിട്ട് അതല്ലെങ്കിൽ ഉപവാസം അനുഷ്ഠിച്ചാൽ മതി. ഇനി നമ്മൾക്ക് ഏകാദശി തിഥി ആരംഭിക്കുന്നത് എപ്പോഴാണെന്ന് നോക്കാം. 2026 ജൂൺ 24 തീയതി വൈകുന്നേരം 6:12 തിഥി ആരംഭിക്കുന്നത്. ഏകാദശി തിഥി അവസാനിക്കുന്നത് ജൂൺ 25 തീയതി രാത്രി 8:09. അതുകൊണ്ട് തന്നെ ഏകാദശിയായി നമ്മൾ ആചരിക്കുന്നത് ജൂൺ 25 തീയതി വ്യാഴാഴ്ചയാണ്. ഭഗവാൻ മഹാവിഷ്ണുവിന് ഏറെ പ്രിയപ്പെട്ട ദിവസമാണ്. ഇനി ഈ ഏകാദശിയുടെ മറ്റൊരു പ്രത്യേകത, ഭഗവാൻ മഹാവിഷ്ണുവിനെ വാസുദേവ രൂപത്തിലാണ് ആരാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓ നമോ ഭഗവതേ വാസുദേവായ എന്നത് 108 തവണയെങ്കിലും ജപിക്കാൻ ശ്രമിക്കുക. ഇനി നമ്മൾക്ക് ഇഷ്ടമുള്ള എല്ലാ നാമങ്ങളും ജപിക്കാവുന്നതാണ്. എന്നാലും ഓ നമോ ഭഗവതേ വാസുദേവായ എന്നത് ജപിക്കുന്നത് ഏറെ ഉത്തമമാണ്. ഇനി ഏകാദശി ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം ഹരിവാസര സമയം. അതായത് ഈ ഹരിവാസര സമയത്ത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യം സദാ ഭൂമിയിൽ ഉണ്ടായിരിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലഘുഭക്ഷണം കഴിക്കുന്നവർ ഈ സമയങ്ങളിൽ ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുന്നത് ഏറെ ഉത്തമമാണ്. ഇനി ഹരിവാസര സമയം എപ്പോഴാണെന്ന് നോക്കാം. ജൂൺ 25 തീയതി വൈകുന്നേരം, അതായത് രാത്രി 8 മണിക്കാണ് ഹരിവാസര സമയം ആരംഭിക്കുന്നത്. അവസാനിക്കുന്നത് ജൂൺ 26 തീയതി അതികാലെ 2:43. അപ്പോൾ ഈ സമയത്ത് നമ്മൾ അഖണ്ഡമായിട്ട് ഭഗവാന്റെ നാമം ജപിക്കുന്നത് ഏറെ ഉത്തമമാണ്. അപ്പോൾ രാത്രിയിലാണ് വരുന്നത്. കഴിയുന്നത്ര ഉണർന്നിരിക്കാൻ പറ്റുന്ന സമയങ്ങളിലൊക്കെ ഭഗവാന്റെ നാമം ജപിക്കുക. അതുപോലെ തന്നെ ഏകാദശി വ്രതത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട സമയമാണ് പാരണാ സമയം. പാരണ വീടുക എന്ന് വെച്ചാൽ വ്രതം അവസാനിപ്പിക്കുക. ആ കൃത്യമായ സമയത്ത് തന്നെ പാരണ വീടാൻ ശ്രമിക്കുക. ക്ഷേത്രത്തിലാണെങ്കിൽ തീർത്ഥം സേവിച്ച് പാരണ വീടാവുന്നതാണ്. വീട്ടിലാണെങ്കിൽ ഒരു ഗ്ലാസ് ശുദ്ധജലം എടുത്ത് അതിൽ ഒരു കുറച്ച് തുളസിയിലയും ഉണക്കലരിയോ അതല്ലെങ്കിൽ മലരോ ഇട്ട് അല്പം ചന്ദനം കൂടി ഇട്ടിട്ട് വേണം ഭഗവാന് സമർപ്പിച്ചിട്ട് വേണം ആ തീർത്ഥം സേവിച്ചിട്ടാണ് പാരണ വീടേണ്ടത്. ഞാൻ എപ്പോഴും പറയും, പാരണ വീടുമ്പോൾ നമ്മുടെ പൂജാമുറിയിൽ ദീപം കൊളുത്തി വയ്ക്കുക. ഭഗവാനൊരു നെയ്ദീപം കൊളുത്താൻ സാധിക്കുന്നെങ്കിൽ ഏറെ ഉത്തമമാണ്. വീട്ടിൽ എന്തെങ്കിലും നൈവേദ്യമുണ്ടെങ്കിൽ ആ ഒരു നൈവേദ്യവും കൂടി ഭഗവാന് സമർപ്പിച്ച് ഭഗവാനെ നമസ്കരിച്ച് താനി എടുത്തിരിക്കുന്ന വ്രതത്തിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കണമേ ഭഗവാനെ എന്ന് പറഞ്ഞ് നമസ്കരിച്ചിട്ട് വേണം ഭഗവാന് നമ്മൾ പാരണ വീടാനായിട്ട്. പാരണ വീടുമ്പോൾ നമ്മൾ സാധാരണ ചൊല്ലുന്ന ഒരു മന്ത്രമുണ്ട്, ഭോഷേകം പുണ്ടരീകാശ ശരണമേ ഭാവ അച്യുത. അച്യുത, ഞാൻ ഇതാ പാരണ വീടുകയാണ്, ഭക്ഷണം കഴിച്ച് വ്രതം അവസാനിപ്പിക്കുകയാണ് എന്ന സങ്കല്പത്തോടു കൂടി, അതുപോലെ ഞാൻ എടുത്ത ഈ വ്രതത്തിൻ്റെ പാപവും പുണ്യവും എല്ലാം ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുകയാണ് എന്ന ആത്മസമർപ്പണത്തോടു കൂടി വേണം നമ്മൾ പാരണ വീടാൻ. എങ്കിൽ മാത്രമേ ആ വ്രതത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള പുണ്യം നമ്മൾക്ക് ലഭിക്കുകയുള്ളൂ. ഇനി പാരണ സമയം നോക്കാം. ജൂൺ 26 തീയതി വെള്ളിയാഴ്ച രാവിലെ 6:07 മുതൽ 8:38 നമ്മൾ പാരണ വീടേണ്ടതാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയാം. ഏകാദശി ദിവസം
ക്ഷേത്രത്തിൽ, അതായത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെയോ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെയോ ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നവർ ആ തിഥി ഉള്ള സമയത്ത് ഈ വഴിപാടുകൾ ചെയ്താൽ ഏറെ പ്രയോജനമാണ്. ഫലം 100% ഉറപ്പാണ് ലഭിക്കുന്നത്. ഇനി ആ വഴിപാടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലെ പ്രധാന വഴിപാട് ത്രിമധുരമാണ്. ഉദ്ദിഷ്ടകാര്യലബ്ധിക്കും ഐശ്വര്യത്തിനും സർവകാര്യ വിജയത്തിനും ആ ഭഗവാന്റെ അനുഗ്രഹം നേടാൻ ഭഗവാന് ത്രിമധുരം നേദിച്ചാൽ മതി. ഇത് തുടർച്ചയായിട്ട് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. ഫലം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി അമ്മമാർ തങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട്, വിദ്യാപുരോഗതിക്ക് വേണ്ടിയിട്ട്, ചില മക്കളൊക്കെ പഠനത്തിൽ കുറച്ച് പിന്നോക്കമായിരിക്കും. ആ മക്കൾ നന്നായി പഠിക്കാനൊക്കെ ഭഗവാൻ ശ്രീകൃഷ്ണന് വിദ്യാരാജഗോപാല മന്ത്രപുഷ്പാഞ്ജലി നടത്താവുന്നതാണ്. ശ്രദ്ധിക്കണം, ഏകാദശി തിഥിയുള്ള സമയത്ത്, ആ ഏകാദശി തിഥിയിലാണ് ഈ അർച്ചന ചെയ്താലാണ് പൂർണ്ണ ഫലം ലഭിക്കുന്നത്. മറ്റു ദിവസങ്ങളിൽ ചെയ്യുന്നതിനേക്കാളും ഫലം ഇരട്ടിയായിട്ട് ലഭിക്കുന്നതായിരിക്കും. പക്ഷേ ഇത് കുറേ ഏകാദശികളിൽ തുടർച്ചയായിട്ട് ചെയ്താൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം ലഭിക്കുക തന്നെ ചെയ്യും. ഇനി തൊഴിലിൽ ഉയർച്ച, തൊഴിൽ തടസ്സം നീങ്ങാൻ, ഐശ്വര്യത്തിന്, പിന്നീട് സർവകാര്യ വിജയത്തിന്, പുതിയ തൊഴിലവസരങ്ങളൊക്കെ സൃഷ്ടിക്കാൻ, അപ്പോൾ നമ്മുടെ കർമ്മമണ്ഡലങ്ങളിൽ ഉയർച്ച നേടാനായിട്ട്, വിജയം കിട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്നത് പുരുഷ സൂക്തമാണ്. ഏറെ ഉത്തമം പുരുഷ സൂക്തമാണ്. അതല്ലെങ്കിൽ വിഷ്ണു സൂക്തം, ഭാഗ്യസൂക്തം ഒക്കെ ചെയ്യാവുന്നതാണ്. എന്നാൽ പോലും പുരുഷ സൂക്തം ചെയ്യുന്നതാണ് ഏറെ ഉത്തമം. അതും ഈ ഏകാദശി തിഥിയിൽ തന്നെ ഒന്ന് ചെയ്തു നോക്കൂ. തുടർച്ചയായിട്ട് ചെയ്യുകയും വേണം. ഇനി ആരോഗ്യം മെച്ചപ്പെടാനും ദോഷപരിഹാരത്തിനും മനഃശാന്തിക്കും ഭഗവാന് നെയ്വിളക്ക് ഏറെ ഉത്തമമാണ്. നമ്മൾ വീട്ടിലും ഈ നെയ്ദീപം കൊളുത്താവുന്നതാണ്. പിന്നീട് ഭഗവാന് വെണ്ണ സമർപ്പിക്കാം, പാൽപ്പായസം നടത്താം, തുളസിമാല സമർപ്പിക്കാം, ഒക്കെ ചെയ്യാവുന്നതാണ്. എന്തൊക്കെയാണോ നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് അതൊക്കെ നമ്മൾക്ക് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ വഴിപാടുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഭഗവാന്റെ നാമങ്ങൾ എഴുതി കമൻറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ശ്രദ്ധിക്കൂ, ഇത് കലികാലമാണ്. കലിയിൽ കലോ കേശവനാമ സങ്കീർത്തനം എന്നാണ് പറയുന്നത്, അല്ലെ? ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക. ഈ നാമസങ്കീർത്തനത്തിലൂടെ മാത്രമേ ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും നിങ്ങൾക്കറിയാവുന്ന നാമങ്ങൾ എഴുതി കമൻറ്റ് ചെയ്യുക. ശ്രദ്ധിക്കുക, ഈ പറഞ്ഞ വഴിപാടുകളൊക്കെ തുടർച്ചയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾക്കറിയാം, ഭൂമിയിൽ ഒരു പൂ വിരിയുന്നതിന് പോലും കാലമെടുക്കും. അത് പ്രകൃതി നിയമമാണ്, അല്ലേ? അതുപോലെ നമ്മൾ എന്ത് പൂജ ചെയ്താലും, എന്ത് വഴിപാട് ചെയ്താലും, എന്ത് വ്രതമെടുത്താലും തുടർച്ചയായിട്ട് ക്ഷമയോടുകൂടി, ആ ശ്രദ്ധയോടുകൂടി, ആ ഭഗവാനോടുള്ള ആത്മസമർപ്പണത്തോടുകൂടി, ആ സ്നേഹത്തോടുകൂടി ചെയ്താൽ അതിൻ്റെ ഫലം ഇരട്ടിയായിട്ട് ലഭിക്കും എന്നതിന് ഒരു മാറ്റവുമില്ല, ഒരു തർക്കവുമില്ല. 100% അതിൻ്റെ ഫലം ലഭിക്കുക തന്നെ ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഈ നിർജ്ജല ഏകാദശി വ്രതം യഥാവിധി അനുഷ്ഠിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയിൽ യശോദാനന്ദൻ ഗോവിന്ദയിൽ. രാധേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ.